പലനാടൻ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്നിലാൻഡ് പാരീസിൽ സ്ഥിതി ചെയ്യുന്ന 2 തീം പാർക്കുകളിൽ ഒന്നാണ് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ്. ഇന്ന് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഡിസ്നിലാൻഡ് പാർക്കിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസും. മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടങ്ങൾ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസിന് മുൻപിലും നമുക്ക് കാണാനാകും. തൊട്ടടുത്ത് തന്നെ വാട്ടർ ഫൗണ്ടന് നടുവിലായി നെഞ്ചും വിരിച്ചു നിൽക്കുന്ന മിക്കി മൗസിൻ്റെ ഒരു ഗംഭീര സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിൽ നിന്നും ചിത്രങ്ങൾ എടുക്കുക എന്നത് ഏവരുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹം ഞാനും സാധിച്ചു. എനിക്ക് പുറകിൽ കാണുന്ന ഗേറ്റിലൂടെ വേണം സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഒരു ഹോളിവുഡ് സ്റ്റുഡിയോ ലോട്ടിനോട് സാമ്യമുള്ള തരത്തിലാണ് പ്രവേശന ഏരിയ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും അതിഥി സേവനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ 1950കളിലെ പോലെയുള്ള അമേരിക്കൻ റെസ്റ്റോറൻറ്റുകൾ, ഡിസ്നി തീം ഉൽപ്പന്നങ്ങളുടെ സുവനീർ ഷോപ്പുകൾ എന്നിവ നമുക്കിവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഹോളിവുഡ് സിനിമകളുടെ സുവർണ കാലഘട്ടത്തിനെയും ഒപ്പം പഴയ കാലഘട്ടത്തിൻ്റെയും ഒക്കെ പ്രതീതി നമ്മളിലേക്ക് പകർന്നു തരുന്ന കാഴ്ചകളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഫ്രണ്ട് ലോട്ടിലെ ഏറ്റവും വലിയ കെട്ടിടമായ ഇതിൻ്റെ പേര് സ്റ്റുഡിയോ 1 എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുഴുവൻ കണ്ടിറങ്ങിയപ്പോൾ ഒരു ഹോളിവുഡ് തെരുവ് സെറ്റ് കണ്ട പ്രതീതിയായിരുന്നു എനിക്ക് കിട്ടിയത്. ഡിസ്നിയുടെയും പിക്സാറിൻ്റെയും രസകരവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിൽ തുടങ്ങി എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കുവാൻ തരത്തിലുള്ള ആക്ഷൻ പാക്കഡ് മാർവൽ അവഞ്ചേഴ്സ് ക്യാമ്പസ് വരെ ഈ സ്റ്റുഡിയോ സോണിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതിന് പുറത്തേക്ക് കടന്നാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഹോളിവുഡ് ബോളിവുഡിൻ്റെ തിയേറ്റർ ഡിസ്ട്രിക്റ്റുകളോട് സാമീപ്യമുള്ള പ്രദേശത്താണ്. ഈ പ്രദേശത്ത് നമുക്ക് ധാരാളം ആർട്ട് ഡെക്കോ സ്റ്റൈൽ കെട്ടിടങ്ങളും കാണാൻ കഴിയും. ശരിക്കും ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ് ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും ഒക്കെ നടത്തിയിരിക്കുന്നത്. തൊട്ടടുത്തായി തന്നെ കൂറ്റൻ ദ ഹോളിവുഡ് ടവർ ഹോട്ടലുമുണ്ട്. പഴമയുടെ പാരമ്പര്യം നിലനിർത്തി ഏവരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചലച്ചിത്ര നിർമ്മാണ ലോകത്തിൽ എത്തിപ്പെടുന്ന അവസ്ഥയാണ് ശരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഇടതുവശത്തായി ധാരാളം തിയേറ്ററുകളുണ്ട്. ഇവയിലൊക്കെ പലതരത്തിലുള്ള ഷോകളാണ് നടക്കുന്നത്. ഡിസ്നിയുടെ പല ഹിറ്റ് സിനിമകളെയും കാർട്ടൂണുകളെയും ആധാരമാക്കിയാണ് ഇത്തരം ലൈവ് ഷോകൾ ഇവിടെ അരങ്ങേറുന്നത്. ഇതിൻ്റെയൊക്കെ ഉൾക്കാഴ്ചകൾ എനിക്ക് എപ്പിസോഡുകളിൽ കാണിക്കുവാൻ കഴിയുകയില്ല. ഇവയെല്ലാം ഇവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ. ടുഗദർ പിക്സാർ മ്യൂസിക്കൽ അഡ്വഞ്ചർ ഷോയാണ് ഇനി ഞാൻ കാണാൻ പോകുന്നത്. ഇതൊരു മ്യൂസിക് ആധാരമാക്കിയുള്ള ഷോയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തിയേറ്റർ ഷോയാണിത്. സംഗീതത്തോടൊപ്പം പിക്സാർ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന ഗംഭീര പ്രകടനം. സ്പെഷ്യൽ ഇഫക്റ്റിൻ്റെയും മൾട്ടിമീഡിയയുടെയും സാങ്കേതിക വിദ്യയിലാണ് ഈ ഷോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ക്രീനിൽ നിന്നും സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് പിക്സാർ കഥാപാത്രങ്ങളെ നമുക്ക് മുൻപിൽ സ്റ്റേജ് ടെക്നിക്കിൻ്റെ പിൻബലത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതിനാൽ അകത്തു നിന്നുള്ള കൂടുതൽ വീഡിയോകൾ എനിക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഷോ തുടങ്ങിയാൽ വീഡിയോ നമുക്ക് ചിത്രീകരിക്കുവാൻ കഴിയുകയില്ല. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഷോ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റേജ് 2ആയി പിളർന്നു മാറിയാണ് ഈ മ്യൂസിക്കൽ ഷോ മുന്നോട്ട് പോകുന്നത്.
പിക്സാർ മ്യൂസിക്കൽ ഷോയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് അവഞ്ചേഴ്സ് ക്യാമ്പസിലാണ്. മാർവൽ അവഞ്ചേഴ്സിലെ പ്രധാനപ്പെട്ട സൂപ്പർ ഹീറോയായ ആൻമാനെയും നമുക്ക് ഈ വഴികളിൽ കാണാൻ കഴിയും. കുട്ടികളുടെ പ്രിയപ്പെട്ട ഹീറോകളിൽ ഒന്നാണ് ആൻമാൻ. ആൻമാനുമായി നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനുള്ള അവസരവും ഡിസ്നി നമുക്കായി സമ്മാനിക്കുന്നുണ്ട്. ആൻമാൻ 2015 എന്ന ചിത്രത്തിലാണ് ഈ കഥാപാത്രത്തെ ആദ്യമായി നമ്മൾ കാണുന്നത്. ഈ പാതകളിലൊക്കെ ക്യാരക്ടർ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ധാരാളമായി അരങ്ങേറുന്നുണ്ട്. 2022 അവഞ്ചേഴ്സ് ക്യാമ്പസ് ഡിസ്നിലാൻഡ് പാരീസിൽ തുടക്കം കുറിക്കുന്നത്. സന്ദർശകർക്ക് നവ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതിൽ അവഞ്ചേഴ്സ് ക്യാമ്പസ് എന്നും ബഹുദൂരം മുന്നിലാണ്. കാണികളെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർവൽ കഥാപാത്രങ്ങളുടെ ആക്ഷൻ പാക്ക് ചെയ്ത വിശാലമായ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവഞ്ചേഴ്സ് അസംബിൾ ഫ്ലൈറ്റ് ഫോഴ്സിലേക്കാണ് ഞാൻ അടുത്തതായി പോകുന്നത്. മാർവൽ സിനിമകളിൽ കാണുന്നത് പോലെയുള്ള നൂതന സാങ്കേതികവിദ്യ ഒപ്പം ഹൈടെക് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുകൾ എന്നിവ നമുക്കിവിടെ കാണാനും ആസ്വദിക്കുവാനും ഒക്കെ കഴിയും. ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഇൻറ്ററാക്റ്റീവ് ഡിസ്പ്ലേയും ഒക്കെ സംയോജിപ്പിച്ച് ഒരു നൂതന സാങ്കേതിക വിദ്യയിലൂടെ സഞ്ചാരികളെ കൂടുതൽ ആവേശഭരിതരാക്കുന്നു. Qui va tromper le système de guidage des missiles et faire en sorte d'être pris pour cible. Ces transpondeurs sont chargés dans les véhicules hypersoniques de la Flight Force. Votre mission, piloter ces véhicules et détourner les missiles de la Terre. Right. You'll be joining us on the mission. You are from? Paris. Paris. Yes. I'm from Dubai. ഈ കാണുന്ന ഹൈ സ്പീഡ് റോളർ കോസ്റ്ററിൽ കയറിയാൽ ഈ സാങ്കേതിക വിദ്യകളുടെ ഒക്കെ പിൻബലത്തിൽ ഒരു അത്യുഗ്രൻ മാർവൽ ആക്ഷൻ സീക്വൻസിൽ പങ്കെടുത്ത് നമുക്ക് മടങ്ങി വരാം. അതിവേഗതയും ത്രില്ലിംഗ് ഡ്രോപ്പുകളുമായതിനാൽ അതിനകത്തു നിന്നുമുള്ള വീഡിയോകൾ ചിത്രീകരിക്കുവാൻ നമുക്കേറെ ബുദ്ധിമുട്ടാണ്. ഈ റൈഡുകളും മായ കാഴ്ചകളും ഒക്കെ കണ്ട് പുറത്തിറങ്ങിയാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഹോളിവുഡ് ടവർ ഹോട്ടലിൻ്റെ സമീപത്തേക്കാണ്. ഹോട്ടലിൻ്റെ താഴത്തെ ലോബിയിൽ നിന്നും നമുക്ക് സുവനീറുകൾ വാങ്ങാൻ കഴിയും. ഡിസ്നിയുടെ ലേബിൾ ചെയ്തിട്ടുള്ള മഗ്ഗുകൾ, വാട്ടർ ബോട്ടിലുകൾ, ടീഷർട്ടുകൾ തുടങ്ങി നിരവധി ഐറ്റമുകൾ നമുക്കിവിടെ നിന്നും സ്വന്തമാക്കാൻ കഴിയും. തിരക്ക് കൂടുതലായതിനാൽ ഹോളിവുഡ് ടവറിലെ റൈഡുകളിൽ കയറുവാൻ എനിക്ക് സാധിച്ചില്ല. അതൊരു തീരാ നഷ്ടം തന്നെയായിരുന്നു എനിക്ക്. ഹോളിവുഡ് ടവറിന് തൊട്ടടുത്തായി തന്നെയാണ് ആനിമേഷൻ സെലിബ്രേഷൻ ഷോ അരങ്ങേറുന്നത്. ഡിസ്നിയുടെ ഫ്രോസൺ മ്യൂസിക്കൽ ഷോയാണ് ഇനി ഞാൻ കാണാൻ പോകുന്നത്. നീണ്ട നേരം ക്യൂവിൽ നിന്നാണ് ഈ ഷോ കാണാൻ എനിക്ക് അവസരം ലഭിച്ചത്. ടൂൺ സ്റ്റുഡിയോയിലാണ് ഈ ഷോ അരങ്ങേറുന്നത്. Is there someone behind me? Il y a quelqu'un derrière moi? Is it my sister, Elsa? No! Oh, please don't tell me it's the snow monster! Anna! No! Tu m'as fait
Hello, I'm Olaf, and I like warm hugs. J'adore tes gros câlins, mais tu nous as vraiment surpris. Listen up, Mr. Snowball. Next time I'll fix vent that nose of yours. Before or after you give me a warm hug? You know what's cute, Olaf? For a snowman, you sure do like warm things. Yeah, like summer. Oui, Olaf, on sait tous que tu adores le soleil, l'été, la chaleur. ഡിസ്നിയുടെ ഫ്രോസണിൽ നിന്നുള്ള അന്ന, എൽസ, ഒലാഫ്, ക്രിസ്റ്റഫ് എന്നീ ക്യാരക്ടറുകൾ ചേർന്നൊരുക്കുന്ന ലൈവ് ആക്ഷൻ സംഗീത പരിപാടിയാണിത്. 2 ഭാഗങ്ങളായിട്ടാണ് ഈ ഷോ നമുക്ക് കാണാൻ കഴിയുക. എൽസയുടെ നല്ല തണുത്ത ഐസ് പാലസിലാണ് ഈ ഷോ ഇപ്പോൾ നടക്കുന്നത്. സ്പെഷ്യൽ ഇഫക്റ്റുകളുടെ പിൻബലത്തിൽ നടക്കുന്ന ഈ ഷോ തികച്ചും ഫ്രോസൺ ആരാധകർക്ക് മാത്രമല്ല ഏവർക്കും ഏറെ കൗതുകം നൽകുന്ന കാഴ്ചയാണ്. Je ne pleure pas, me voilà. Oui, je suis là, tout ton hiver. It's ready, everyone. It's almost our turn. I'm so excited. Mon pouvoir vient du ciel et envahit l'espace. Même s'exprime en dessinant et sculptant dans la glace. Et mes pensées sont des fleurs de cristal gelé. Je ne reviendrai pas, le passé est passé. Tout ensemble, je rêve. Libéré, désormais rien ne m'arrête. Libéré, plus de princesse parfaite. Je suis là, comme je l'ai fait. Perdu dans l'hiver. Le prix pour moi, le prix de la liberté. കുട്ടികൾ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ കാഴ്ചകളും മ്യൂസിക്കൽ ഷോയുമൊക്കെ കണ്ട് ആസ്വദിക്കുന്നത്. ടൂൺ സ്റ്റുഡിയോയിൽ തന്നെ തൊട്ടടുത്തായി ആനിമേഷൻ അക്കാദമിയുമുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഈ ആനിമേഷൻ കലയെക്കുറിച്ച് പഠിക്കുവാനും ഒപ്പം ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ഡ്രോയിങ്ങുകൾ ചെയ്യുവാനും ഡിസ്നി നമ്മൾക്ക് അവസരം നൽകുന്നുണ്ട്. നമ്മളെ സഹായിക്കുവാനും ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്. പിക്സാർ ചിത്രമായ ഫൈൻഡിങ് നെമോയെ ആധാരമാക്കിയുള്ള റൈഡാണിത്. ഇതിൻ്റെ പേര് ക്രഷ് കോസ്റ്റർ. കടലാമയായ ക്രഷ് അതിഥികളെ കറങ്ങുന്ന ഒരു റോളർ കോസ്റ്ററിൽ ഇരുത്തി സമുദ്രാന്തര ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സാഹസികത നിറഞ്ഞ ഒരു കിടിലൻ റൈഡാണിത്. വിഷ്വൽ സാങ്കേതിക വിദ്യയും ഓഡിയോയും അണ്ടർ വാട്ടർ അനുഭവങ്ങളുമാണ് പ്രധാന ആകർഷണം. ഇവിടെ അതിഥികൾക്ക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയോടൊപ്പം വെള്ളത്തിനടിയിലെ ദൃശ്യങ്ങളെയും സമുദ്രജീവികളെയും സ്പെഷ്യൽ ഇഫക്റ്റുകളോടൊപ്പം കാണാനും അനുഭവിക്കുവാനും കഴിയും. ഈ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ടോയ് സ്റ്റോറി ഏരിയയിൽ നമുക്ക് വൂഡിയെ കാണാൻ കഴിയും. ഡിസ്നി പിക്സാർ ടോയ് സ്റ്റോറി ഫ്രാഞ്ചൈസിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാങ്കല്പിക ഫുൾ സ്ട്രിംഗ് കൗബോയ് ഡോളാണ് വൂഡി. ധാരാളം ആരാധകരുള്ള ഒരു കഥാപാത്രമാണിത്. അതുകൊണ്ട് തന്നെ വൂഡിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനും ഓട്ടോഗ്രാഫ് വാങ്ങുവാനും ഒക്കെ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്നതല്ല ഡിസ്നിലാൻഡ് പാർക്കുകളും വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസും. ധാരാളം ഷോകൾ, റൈഡുകൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി നിരവധി അട്രാക്ഷൻസ് ആണ് നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുക. ഈ കാണുന്ന ചെറിയ കഫേകളിൽ നിന്നും സുവനീറുകൾക്കൊപ്പം ലഘുഭക്ഷണങ്ങളും നമുക്ക് വാങ്ങി കഴിക്കാൻ കഴിയും.
വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് പാർക്കിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. അതിൽ ഓരോ ഷോയുടെ ടൈമിങ്സും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തേക്കും എങ്ങനെ പോകണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഡിസ്നിലാൻഡ് പാരീസിൻ്റെ മൊബൈൽ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. അതുപയോഗിച്ച് ഈ പാർക്കിൽ യഥേഷ്ടം കറങ്ങി നടന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ കഴിയും. ഇതിനടുത്തായി തന്നെ പാർക്കുകളുടെ നവീകരണവും നടക്കുന്നുണ്ട്. പഴയ തീമുകളൊക്കെ മാറ്റി പുതിയ രീതിയിൽ സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ സെറ്റ് വർക്കുകളൊക്കെ നടക്കുകയാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ പുതിയ റൈഡുകളുടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ സ്റ്റുഡിയോ 1 പുറത്തേക്ക് ഇറങ്ങി. ഇനിയും എനിക്ക് ഒരുപാട് കാഴ്ചകളും റൈഡുകളും ഒക്കെ കാണാനുണ്ട്. അല്പം മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ വേൾഡ് ഓഫ് ഡിസ്നി എന്ന പേരിലുള്ള ഷോപ്പിംഗ് ഏരിയയിലേക്കും നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതിൻ്റെ ഇരുവശങ്ങളിലും മിക്കിയുടെയും മിന്നിയുടെയും 2 പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിയാൽ ഒരു വിശാല ലോകം തന്നെയാണ്. പാരീസിൻ്റെ തനതായ സുവനീറുകൾക്കൊപ്പം കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ഡിസ്നി ഡ്രസ്സുകൾ, കളിപ്പാട്ടങ്ങൾ, പാവകൾ, ആഡംബര വസ്തുക്കൾ, ക്രോക്കറി ഐറ്റംസ്, ബാഗുകൾ തുടങ്ങി നിരവധി ഐറ്റംസ് ഉൾക്കൊള്ളുന്ന ഒരു ഉഗ്രൻ ഷോപ്പിംഗ് ഏരിയയാണിത്. ഓരോന്നും പ്രത്യേകം ഏരിയകളിലാണ് ഇവ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഷോപ്പിംഗ് ഏരിയകളിലെ കാഴ്ചകളൊക്കെ പകർത്തിയ ശേഷം ഞാൻ തിരികെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിൻ്റെ മുൻപിലേക്കാണ് എത്തിപ്പെട്ടത്. അവിടെ ഡിസ്നിയുടെ പരേഡ് നടക്കുകയാണ്. എല്ലാ ദിവസവും ഡിസ്നിലാൻഡിൽ നടക്കുന്ന പരേഡാണിത്. ഡിസ്നി സ്റ്റാർസ് ഓൺ പരേഡ്. ഫ്ലോട്ടുകൾ, കഥാപാത്രങ്ങൾ, ഒപ്പം സംഗീതം എന്നിവയുടെ അകമ്പടിയിലാണ് ഇവ അവതരിപ്പിക്കപ്പെടുന്നത്. ഡിസ്നിയുടെയും പിക്സാറിൻ്റെയും ആനിമേറ്റഡ് ചിത്രമായ കോക്കോ 2017 പ്രധാന കഥാപാത്രമായ മെഗ്ഗുലും ഡിസ്നിയുടെ മറ്റൊരു ആനിമേഷൻ ചിത്രമായ എൻകാൻറ്റോയിലെ പ്രധാന കഥാപാത്രമായ മിറാബെല്ലും നയിക്കുന്ന നൃത്തസംഗീത വിരുന്നായ ഫ്ലോട്ടാണ് ഈ കടന്നു പോകുന്നത്. മെഗ്ഗുൽ ഡിസ്നിലാൻഡ് പാരീസിൽ സ്ഥിരമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ് ലൊക്കേഷനിൽ ഉണ്ടാകാറില്ല. അദ്ദേഹം ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരം ഷോകളിൽ പങ്കെടുക്കാറുള്ളത്. എന്തായാലും ഇവരെയൊക്കെ കാണാൻ ഇന്നേ ദിവസം എനിക്ക് സാധിച്ചു. ഒപ്പം ഈ കാഴ്ചകൾ കാണുന്ന നിങ്ങൾക്കും. ഡിസ്നി സിനിമകളുടെ പ്രശസ്തമായ കഥാപാത്രങ്ങളും അവയുടെ ദൃശ്യങ്ങളും മ്യൂസിക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്തരം ഷോകൾ ഇവിടെ അരങ്ങേറുന്നത്. ഡിസ്നിയുടെ ആനിമേറ്റഡ് ചിത്രമായ ലിലോ ആൻഡ് സ്റ്റിച്ചിലെ നീല നിറത്തിലുള്ള അന്യഗ്രഹ ജീവിയാണ് സ്റ്റിച്ച്. സ്റ്റിച്ചും കൂട്ടരും അവതരിപ്പിക്കുന്ന മറ്റൊരു സംഗീത നൃത്ത പരിപാടിയാണിത്. സാഹസികതയും ഭാവനയും സ്വപ്നങ്ങളും നിറഞ്ഞ ഫ്ലോട്ടുകൾ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ഡിസ്നിലാൻഡ് പാരീസ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഡിസ്നിയുടെ എല്ലാ പാർക്കുകളിലും ഇത്തരം പരേഡുകൾ അരങ്ങേറാറുണ്ട്. എല്ലാ പരേഡിനൊപ്പവും സംഗീതവും മിന്നുന്ന നൃത്ത പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകും. കാഴ്ചക്കാരെ ഹരം പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണുവാനായി ധാരാളം ആളുകൾ ഈ പാർക്കിൽ ഒത്തുകൂടിയിട്ടുമുണ്ട്. USA മെയിൻ സ്ട്രീറ്റിലൂടെ നടന്ന് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിൻ്റെ മുൻപിലായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക ഗ്രൗണ്ടിൽ
ഇവരെല്ലാവരും എത്തി സംഗീത നൃത്ത പരിപാടികൾ അവതരിപ്പിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ഡക്കും നർത്തകരും അവിടെ ആടിത്തിമറക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നടക്കുന്നത്. ഡൊണാൾഡ് ഡക്കും റാപ്പൻസെലും മറ്റൊരു ഏരിയയിലേക്ക് നൃത്ത ചുവടുകളുമായി മാറിയപ്പോൾ അടുത്ത നമ്മുടെ മുന്നിലേക്ക് വന്നത് ഏവർക്കും പ്രിയങ്കരനായ മിക്കി മൗസും ഒപ്പം ഗൂഫിയുമാണ്. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇവർ സ്റ്റേജിൽ സംഗീതത്തിനൊപ്പം ആടിത്തിമർക്കുകയാണ്. കാണികളെ കയ്യിലെടുക്കുവാൻ ഇവർ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. മിക്കിയും ഫ്രണ്ട്സും, ഡിസ്നി പ്രിൻസസ്, പീറ്റർ പാൻ, ടോയ് സ്റ്റോറി, ദ ലയൺ കിങ് ആൻഡ് ജംഗിൾ ബുക്ക്, ഡ്രാഗൺ ഫ്ലോട്ട്, ഫ്രോസൺ, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും ഈ ഷോയിൽ പങ്കെടുക്കാറുണ്ട്. ഡിസ്നിയുടെ ഈ പരേഡിനൊപ്പം തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ കാണുവാൻ ആയിരങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. കത്തുന്ന വെയിലിനെയും അവഗണിച്ച് കൊച്ചുകുട്ടികൾ പോലും പാരൻസിൻ്റെ തോളിൽ കയറിയിരുന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെയും സംഗീതത്തെയും ആസ്വദിക്കുന്ന ഒരു സുന്ദര കാഴ്ചയാണിത്. ഈ പാതയിലൂടെ ഇപ്പോൾ കടന്നു വരുന്നത് ജൂഡി ഹോബ്സും ലയൺ കിങ്ങിലെ ടിമോണും സ്റ്റിച്ചും കൂടിയൊക്കെ നയിക്കുന്ന ഒരു ഗംഭീര ഷോയാണ്. ഗ്രൗണ്ടിലെ പ്രധാന ഷോ കഴിഞ്ഞ ശേഷം പരേഡ് ഗ്രൗണ്ടിലൂടെ ലൈവ് ആക്ഷൻ ക്യാരക്ടറുകൾ നടന്നും നൃത്തം വെച്ചുമൊക്കെ തങ്ങളുടെ താവളങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന സുന്ദരമായൊരു കാഴ്ചയാണിത്. നേരത്തെ മിഗുലിനെ മാത്രമാണ് നമ്മൾ ഈ ഫ്ലോട്ടിൽ കണ്ടിരുന്നത്. ഇപ്പോൾ അവനോടൊപ്പം നീല തലമുടിയിൽ തിളങ്ങി ജോയിയും കൂടെയുണ്ട്. ഡിസ്നി പിക്സാറിൻ്റെ ഇൻസൈഡ് ഔട്ടിലെ പ്രധാന കഥാപാത്രമാണ് ഈ മഞ്ഞ ഫ്രോക്കും നീല തലമുടിയുമായി ഡാൻസും കളിച്ച് കടന്നു പോകുന്ന ജോയ്. USA മെയിൻ സ്ട്രീറ്റിലൂടെയാണ് ഈ പരേഡ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്ട്രീറ്റിന് ഇരുവശത്തുമായി ഈ ഷോയുടെ അവസാന ഭാഗം കാണുവാൻ ധാരാളം സന്ദർശകർ ഒത്തുകൂടിയിട്ടുണ്ട്. ഓരോ ഫ്ലോട്ടുകൾ കടന്നു പോകുമ്പോൾ അവയെ അനുഗമിച്ച് നൂറുകണക്കിന് സന്ദർശകരാണ് ഇതിനു പുറകെ സഞ്ചരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനും അവരോടൊപ്പം ഫോട്ടോ എടുക്കുവാനും അവരെ കാണാനും കിട്ടിയ അവസരം നന്നായി അവർ വിനിയോഗിക്കുന്ന കാഴ്ചയാണിത്. ഡൊണാൾഡ് ഡക്കും ഗേൾഫ്രണ്ട് ഡൈസി ഡക്കും സംഗീതത്തിനൊപ്പം ആടിത്തിമിർത്ത ആരാധകരെ അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയാണിത്. പരേഡിനോടൊപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും ഈ ആരാധകരോടൊപ്പം കൂടി. ഏകദേശം 1/2 കിലോമീറ്ററോളം ഈ റോഡിലൂടെ ഈ ഷോ കടന്നു പോകും. സംഗീത നൃത്ത പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഷോയുടെ അവസാനം ലൈവ് ആക്ഷൻ ക്യാരക്ടർ ടീമുകൾ ആരാധകർക്ക് ഒരുപിടി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ശേഷം തങ്ങളുടെ കൂടാരത്തിലേക്ക് കയറി വാതിലും അടച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ട് പലനാടൻ ട്രാവലറിൻ്റെ കാഴ്ചകൾ തുടരുകയാണ്. ഡിസ്നിലാൻഡ് പാരീസിൻ്റെ അമ്പരപ്പിക്കുന്ന മറ്റ് കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഒപ്പം വരൂ, ഒത്തിരി കാണാം.